വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾസിൻ്റെ ഒരു 12 റൂൾസ് പഠിച്ചു. ഇനി ഒരു 2 റൂളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്ക് കിടക്കാം. ഓക്കെ. വെൻ എ സിംഗുലർ നൗൺ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി ഹോൾ ക്ലാസ് ഓഫ് തിങ്സ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. അതായത് when a singular noun is used to represent the whole class of things to which it belongs. ഒരു സിംഗുലർ നൗൺ നമ്മൾ ഉപയോഗിക്കുന്നു, ഒരു മൊത്തത്തിലുള്ള ഒരു ക്ലാസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സിംഗുലർ നൗൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നു എന്നതിന് ഒരു 5 എക്സാമ്പിളാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ലുക്ക് അറ്റ്. ദി ലോട്ടസ് ഈസ് എ ലവ്ലി ഫ്ലവർ. ലോട്ടസ് എന്ന് പറഞ്ഞാൽ താമര. ആ താമര എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ സിംഗിൾ നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദി ലോട്ടസ് ഈസ് എ ലവ്ലി ഫ്ലവർ. ദി ലോട്ടസ് ഈസ് എ ലവ്ലി ഫ്ലവർ എന്ന സെന്റൻസിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ലോട്ടസ് എന്ന് പറയുന്ന ആ താമര, ആ ഗ്രൂപ്പിൽ, ആ ഹോൾ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിംഗുലർ നൗൺ ആയിട്ടാണ് ഇവിടെ ദി ലോട്ടസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ, ദി ക്യാമൽ ഈസ് ദി ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്. അല്ലേ? ക്യാമൽ, ഒട്ടകം എന്ന് പറയുന്നത് മരുഭൂമിയിലെ കപ്പലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദി ക്യാമൽ എന്ന് പറയുന്നത്, ദി ക്യാമൽ ഈസ് എ സിംഗുലർ നൗൺ റെപ്രസെൻറ്റ്സ് ദി ഹോൾ ക്യാമൽസ്. ആ ഒട്ടക കൂട്ടത്തെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ദി ക്യാമൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്കറിയാം ഡെഫിനിറ്റ് ആണ് ദി ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്. അതൊരു ഫാക്റ്റ് ആണ്. മരുഭൂമിയിലെ കപ്പലാണെന്ന് എല്ലാവർക്കും അറിയാം, കേൾക്കുന്ന ആളിനും അറിയാം, പറയുന്ന ആളിനും അറിയാം. ദി സ്പീക്കർ ആൻഡ് ലിസണർ നോ ദാറ്റ് ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്, ക്യാമൽ എന്ന് പറയുന്നത് മരുഭൂമിയിലെ കപ്പലാണെന്ന്. അവിടെയും ദി ഡെസേർട്ട്, ഈ സെന്റൻസിൽ എത്ര ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്? ദി ക്യാമൽ, ദി ഷിപ്പ്, ദി ഡെസേർട്ട്. ദി ക്യാമൽ ഈസ് ദി ഷിപ്പ് ഓഫ് ദി ഡെസേർട്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെൻസ് വന്നിട്ടും നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ചോദിച്ചാലും ഇതാണ് അതിൻ്റെ ആൻസർ. 3 കോണ്ടെക്സ്റ്റിലും ദി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ദി എസ്കിമോ ലിവ്സ് ഇൻ എൻ ഇഗ്ലൂ. എസ്കിമോ ജീവിക്കുന്നത് മഞ്ഞ് കൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരത്തിലാണ്. മഞ്ഞ് കൂട്ടിയിട്ടാണ് ഇഗ്ലൂവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ദി എസ്കിമോ എന്ന് പറഞ്ഞാൽ, എസ്കിമോ എന്ന് പറയുന്ന ഹോൾ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു? ദി എസ്കിമോ സിംഗുലർ നൗൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, വെൻ ദി ആറ്റം ഈസ് സ്പ്ലിറ്റ് ഇറ്റ് റിലീസസ് ഇമ്മൻസ് എനർജി. വെൻ ദി ആറ്റം ഈസ് സ്പ്ലിറ്റ്, അപ്പോൾ ആറ്റത്തിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് വെൻ ദി ആറ്റം സിംഗിൾ ആയിട്ടാണ്. ആറ്റംസ് ആ ഹോൾ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വെൻ ദി ആറ്റം ഈസ് സ്പ്ലിറ്റ് ഇറ്റ് റിലീസസ് ഇമ്മൻസ് എനർജി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വെൻ എ സിംഗിൾ നൗൺ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദി ഹോൾ ക്ലാസ് ഓഫ് തിങ്സ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. അപ്പോൾ ഇത് ദി ലോട്ടസ് ഒരു സിംഗുലർ നൗൺ ആയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ സെൻസിൽ ലെപ്പേർഡ്, ദി ലെപ്പേർഡ് ചേഞ്ചസ്, ക്യാൻ ദി ലെപ്പേർഡ് ചേഞ്ച് ഇറ്റ്സ് സ്പോട്ട്. ഒരു ലെപ്പേർഡിനെ, അപ്പോൾ ഒരു ലെപ്പേർഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാൻ ദി ലെപ്പേർഡ് ചേഞ്ച് ഇറ്റ് സ്പോട്ട്, അതിന്റെ സ്പോട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്നാണ്. ദി ലോട്ടസ് ഈസ് ലവ്ലി ഫ്ലവർ. ഈസ് തന്നെ വെർബ് സിംഗിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാൻ ദി ലെപ്പേർഡ് ചേഞ്ച്, ക്യാൻ ആയതുകൊണ്ട് അവിടെ. ദി ക്യാമൽ ഈസ് സിംഗുലർ. ദി എസ്കിമോ ലിവ്സ് സിംഗുലർ. ദി ആറ്റം ഈസ് സ്പ്ലിറ്റ്. അപ്പോൾ ഇത് സിംഗിൾ ആണോ എന്ന് അറിയുന്നതിന് സിംഗിൾ നൗൺ ആണ്, കാരണം ആഫ്റ്റർ ദാറ്റ് വി യൂസസ് സിംഗുലർ വെർബ്. നെക്സ്റ്റ്, പതിനാലാമത്തെ ചോദ്യം, വെൻ സം പ്രോപ്പർ നൗൺസ് യൂസ്ഡ് ആസ് കോമൺ നൗൺസ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രോപ്പർ നൗൺസ് കോമൺ നൗണായിട്ട് ഉപയോഗിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ ആ പ്രോപ്പർ നൗണിന് മുന്നിൽ ദി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ ഈ എക്സാമ്പിളിലൂടെ പഠിക്കാൻ പോകുന്നത്.
when some proper nouns used as common nouns. Proper noun, names of persons or names of countries, etc. അപ്പോൾ ഇവിടെ രാജ്യങ്ങൾ അതുപോലെ തന്നെ വസ്തുക്കളുടെയൊക്കെ പേരുകൾ, നൗണിനെ നമ്മൾ പലതായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, മെറ്റീരിയൽ നൗൺ, കളക്റ്റീവ് നൗൺ. അതിൽ പ്രോപ്പർ നൗണിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രോപ്പർ നൗൺസ്. അപ്പോൾ ഇവിടെ കാളിദാസ് ഒരു പ്രോപ്പർ നൗണാണ്, ഷേക്സ്പിയർ പ്രോപ്പർ നൗണാണ്, ഐൻസ്റ്റീൻ പ്രോപ്പർ നൗണാണ്, ന്യൂട്ടൺ പ്രോപ്പർ നൗണാണ്, ബോംബെ പ്രോപ്പർ നൗണാണ്, മാഞ്ചസ്റ്റർ പ്രോപ്പർ നൗണാണ്, വാൽമീകി പ്രോപ്പർ നൗണാണ്, ഹോമർ പ്രോപ്പർ നൗണാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വെൻ സം പ്രോപ്പർ നൗൺസ് യൂസ്ഡ് ആസ് കോമൺ നൗൺസ്. ഇവിടെ ഷേക്സ്പിയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ കോമൺ നൗണായിട്ട് എടുത്തിരിക്കുകയാണ്. കാളിദാസ് ഈസ് ദി ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കാളിദാസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഷേക്സ്പിയർ ആണെന്നാണ്. അപ്പോൾ ഷേക്സ്പിയറിനോട് ആരെ ഉപമിച്ചിരിക്കുന്നു? കാളിദാസിനെ ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷേക്സ്പിയർ ആരാണ്? ദി ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ആണ്, അല്ലേ? ലോകത്തിലെ തന്നെ ഷേക്സ്പിയർ ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന് പറയാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ നാടകകൃത്താണ്, ഡ്രാമാറ്റിസ്റ്റാണ്. 36 നാടകങ്ങൾ എഴുതിയ ആളാണ് ഷേക്സ്പിയർ. അപ്പോൾ അവിടെ ഷേക്സ്പിയറിനെ അങ്ങനെ ഷേക്സ്പിയറിനോട് ഉപമിച്ചിരിക്കുകയാണ് കാളിദാസ്. അവിടെ അതുകൊണ്ടാണ് ദി ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ദി ഷേക്സ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർ നൗണിനെ കോമൺ നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വി ഹാവ് ടു യൂസ് ബിഫോർ ദി പ്രോപ്പർ നൗൺ. ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ ദാറ്റ് പ്രോപ്പർ നൗൺ. അതാണ് ഒരു കേസ്. അല്ലാതെ നമ്മൾ ദി സരസൻ, ദി രാജു, ദി ജോൺ, ദി മേരി ഒന്നൊന്നും പറയാറില്ല. ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുമ്പോഴാണ് പ്രശസ്തരായിട്ടുള്ള ആളുകളെ നമ്മൾ ഇതേ രീതിയിൽ കാളിദാസിനെ ഷേക്സ്പിയറിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഐൻസ്റ്റീൻ ഈസ് ദി ന്യൂട്ടൺ ഓഫ് അവർ ഏജ്. നമ്മുടെ കാലഘട്ടത്തിലെ ന്യൂട്ടൺ ആണ് ആര്? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ ആരാണ്? ദി ലേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ്, അല്ലെ? ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ ഐൻസ്റ്റീനോട് ന്യൂട്ടനെ ആരോട് ഉപമിച്ചിരിക്കുന്നു? ഐൻസ്റ്റീൻ ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലെ ന്യൂട്ടൺ ആരാന്ന് ചോദിച്ചാൽ ഐൻസ്റ്റീൻ ആണ്. നമ്മുടെ കാലഘട്ടത്തിലെ ന്യൂട്ടൺ ആണ് ആര്? ഐൻസ്റ്റീൻ. ദെൻ ബോംബെ ഈസ് ദി മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. ബോംബെ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ ആണ് ഓഫ് ഇന്ത്യ. മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗ്രേറ്റസ്റ്റ് ക്ലോത്ത് പ്രൊഡ്യൂസിങ് സെൻറ്റർ. ബോംബെ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള മാഞ്ചസ്റ്റർ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ലോത്ത് പ്രൊഡ്യൂസിങ് സെൻറ്റർ ആണ്. അതുപോലെ മുംബൈ, ഇന്ത്യയിലെ മുംബൈ നഗരം, മുംബൈ എന്ന് പറയുന്നത് മാഞ്ചസ്റ്ററിനോട് ഉപമിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായിട്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ബോംബെ. അപ്പോൾ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തന്നെ തുണി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ്. അപ്പോൾ ഇന്ത്യയിലേത് ബോംബെ. അപ്പോൾ അവിടെ ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ, വാൽമീകി ഈസ് ദി ഹോമർ ഓഫ് ഇന്ത്യ. വാൽമീകി എന്ന് പറയുന്നത് വാൽമീകിയെ ഹോമറിനോട് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഹോമർ ആരാണ്? എപ്പിക് പോയറ്റാണ്. ലോകത്തിലെ പ്രശസ്തനായ ഒരു എപ്പിക് പോയറ്റാണ് ഹോമർ. അപ്പോൾ ഹോമറിനോട് വാൽമീകിയെ ഉപമിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ഈ 4 സെൻറ്റൻസിലൂടെയും പഠിക്കുന്നത്. വെൻ സം പ്രോപ്പർ നൗൺസ് യൂസ്ഡ് ആസ് കോമൺ നൗൺസ്, അതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ ഈ കണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് നെക്സ്റ്റ് we are going to study indefinite articles a and an. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനുമാണ്. എ ആൻഡ് ആൻ ആർ ആക്ച്വലി ദി വീക്കെൻഡ് ഫോംസ് ഓഫ് വൺ അത് എന്നതിൻ്റെ വീക്കെൻഡ് ഫോമാണ് യഥാർത്ഥത്തിൽ എയും ആനും. അപ്പം എ ആൻഡ് ആൻ ആർ ദി വീക്കെൻഡ് ഫോംസ് ഓഫ് വൺ. നമ്മൾ സാധാരണ സെൻറ്റൻസുകളെ ലെറ്റേഴ്സിനെ, ദർ ആർ 26 letters in the English alphabet. In order to study articles, we are classifying these
24 letters into 2 categories, vowels and consonants. അതിനെ നമ്മൾ വൊവൽസെന്നും കൺസണൻസെന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ എയുടെ യൂസിനെ കുറിച്ചാണ്. എ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിൽ കുറച്ച് ഭാഗം ഇന്ന് നമ്മൾ കവർ ചെയ്യും. അപ്പം എ ഈസ് യൂസ്ഡ് ബിഫോർ എ കൺസണൻറ്റ്. ഒരു കൺസണൻറ്റ് സൗണ്ട്, കൺസണൻറ്റ് സൗണ്ടിന് മുന്നിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, എ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ആൻഡ് ആൻ ആർ ദി വീക്കെൻഡ് ഫോംസ് ഓഫ് വൺ. എ ഈസ് യൂസ്ഡ് ബിഫോർ കൺസണൻസ്, കൺസണൻറ്റ് സൗണ്ട്. കൺസണൻറ്റ് സൗണ്ടിന് മുന്നിലാണ് നമ്മൾ ഏത് അപ്ലൈ ചെയ്യുന്നത്. ഉദാഹരണം ഇത് ഞാൻ ഇങ്ങനെ എഴുതിയിടാൻ കാരണം, സാധാരണ നമ്മൾ എ പെൻ, എ ബുക്ക്, എ ബോയ്, എ ഗേൾ എന്നിങ്ങനെ പറഞ്ഞ് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ദിയും ആനും ഉപയോഗിക്കാത്തിടത്തെല്ലാം എ ഉപയോഗിക്കും എന്ന് പറഞ്ഞു പോവാറ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില എക്സെപ്ഷൻസ് നമുക്ക് എയുടെ ഉപയോഗത്തിൽ ഉണ്ട്. അതിൽ കുറച്ച് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എ ബോയ് നമുക്കറിയാം കോമൺ ആയിട്ട്. എ ഹോഴ്സ്, അപ്പോൾ ഇവിടെ എ ഹോഴ്സ്, ഇവിടെ എച്ച് ആണ് വന്നിരിക്കുന്നത്, എ ഹോഴ്സ്. അതുപോലെ വൈയും എച്ചും ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സാമ്പിൾ എഴുതിയിട്ടിരിക്കുന്നത്. എ ബോയ്, എ ഹോഴ്സ്, എ ഹ്യൂമൻ ബീങ്, എ ഹിസ്റ്റോറിക്കൽ നോവൽ. ഇവിടെ വരുമ്പോൾ എ യാർഡ്, എ എൽ, എ യെല്ലോ, എ യെല്ലോ പേപ്പർ, എ യങ് മാൻ, എ ഇയർ, എ യൂത്ത്. നമ്മൾ പഠിച്ച 11ാമത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടത് എ ഇയർ എഗോ എന്ന്. എ ഇയർ എഗോ, അതാണ് ഇവിടെ എ ഇയർ എഗോ. ഈ വൈ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ഏതാണ്? ഇ അല്ല സൗണ്ട്, വോവലിൻ്റെ സൗണ്ട് അല്ല. എ ഇ ഐ ഒ യു, ഇതാണ് യഥാർത്ഥത്തിൽ വോവൽസ്. അതിൻ്റെ സൗണ്ടിന് വ്യത്യാസം വരുന്നു. ആ യു നമ്മൾ പലപ്പോഴും അതിനിവിടെ ഉദാഹരണമുണ്ട്. അപ്പോൾ ഇവിടെ യെല്ലോ, യെല്ലോ എന്നല്ല പറയുന്നത്, യെല്ലോ എന്നല്ല പറയുന്നത്. അപ്പോൾ ആഡ് എന്നല്ല പറയുന്നത്. ഇത് തന്നെ നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും നോക്കാം. യാർഡ്, എ യാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ യെല്ലോ എന്ന് പറയുമ്പോൾ പ്രൊനൗൺസിയേഷനിൽ യെല്ലോ, എൽ എന്ന് പറയുമ്പോൾ വൈ ആണ് അവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. കൺസണന്റ് സൗണ്ട് ആണ് യെല്ലോ. യെല്ലോ പേപ്പർ, എൽ, യെല്ലോ പേപ്പർ. അതുപോലെ യങ് മാൻ, എ ഇയർ, ഇ എ ആർ അല്ല, വൈ ആണ് ഇയർ. എ യൂത്ത്. അപ്പോൾ ഇതേ രീതിയിൽ വൈ സൗണ്ടിൽ, വൈ സൗണ്ട് കൊണ്ടാണ് നമ്മൾ ആ നൗൺ ആരംഭിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വൈയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് നമ്മൾ ഡബ്ല്യു, ഡബ്ല്യുവിൽ തുടങ്ങുന്ന ഡബ്ല്യു ഉച്ചാരണം വരുന്ന ഓ, എ എവ്. അതുപോലെ യു, യൂണിവേഴ്സിറ്റി, എ യൂണിവേഴ്സിറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ യു എന്ന് പറയുന്നത് ആ ആണ്. അപ്പോൾ അംബർല, അണ്ടർവെയർ, അങ്കിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അവിടെയാണ് ആൻ ഉപയോഗിക്കേണ്ടത്. ഇവിടെ എല്ലാം യു യു എന്നാണ് വരുന്നത്. എ യൂണിവേഴ്സിറ്റി, എ യൂസ്ഫുൾ തിങ്, എ യൂറോപ്യൻ, എ യൂണിഫോം, എ യൂണിയൻ, എ യോളജി, യോളജി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി അല്ല വൈ, ഇതെല്ലാം എന്താണ് വരുന്നത്? ഇത് വൈ. ഇനി ഡബ്ല്യുവിൽ സൗണ്ട് വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എ ഓ, ഓ, എ യൂണിയൻ, ഓ എന്നാണ് വരുന്നത്, ഓ. പിന്നെ യൂസ്ഫുൾ, അപ്പോൾ യുവിൻ്റെ സൗണ്ട് ആ എന്നല്ല ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എന്നോ ആസ്ഫുൾ എന്നോ ഒക്കെ പറയണം. അപ്പോൾ യു ആയിട്ട് ആണ് യുവിൻ്റെ സൗണ്ട് വരുന്നതെങ്കിൽ എ അപ്ലൈ ചെയ്യണം. എ യൂണിവേഴ്സിറ്റി, എ യൂസ്ഫുൾ തിങ്, എ യൂറോപ്യൻ, എ യൂണിഫോം, എ യൂണിയൻ, എ യോളജി. ദെൻ ഡബ്ല്യു സൗണ്ട് വരുന്നിടത്ത് നമ്മൾ വൺ, ഓൺ എന്ന് പറയുമ്പോൾ ഡബ്ല്യു ആണ് വരുന്നത്, ഡബ്ല്യു. അപ്പോൾ എ വൺ ലെഗ്ഡ് മാൻ, ഒറ്റക്കാലൻ. എ വൺ മാൻ ട്രിബ്യൂണൽ, ഒരാൾ മാത്രം ഉൾപ്പെട്ട ട്രിബ്യൂണൽ. എ വൺ ഐഡ് മാൻ, ഒറ്റക്കണ്ണൻ. എ 1 rupee കോയിൻ, 1 രൂപ നാണയം. സച്ച് എ വൺ, സച്ച് എ വൺ ഒരു പ്രയോഗം. എ വൺ വേ ടിക്കറ്റ്, എ വൺ വേ ടിക്കറ്റ്. അപ്പോൾ ഇതേ രീതിയിൽ വൈ സൗണ്ട് വരുന്ന, ഡബ്ല്യു സൗണ്ട് വരുന്ന സന്ദർഭങ്ങളാണ്
ഞാൻ എ ഉപയോഗിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ഇത്രയും എഴുതിയിടാൻ കാരണം, സാധാരണ നമ്മൾ പറയും ഡെഫിനറ്റ് ആർട്ടിക്കിളും പഠിപ്പിക്കും, ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസിൽ ആനും പഠിപ്പിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലായിടത്തും എ അപ്ലൈ ചെയ്യണം എന്ന് കോമൺ ആയി പറയാറുണ്ട്. പക്ഷേ അതിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വൈ എന്ന് പറയുന്ന കൺസണന്റ് സൗണ്ട് സെമി വോവലാണ് വൈ. പക്ഷേ നമ്മൾ ഇത് രണ്ടും സെമി വോവലാണ്. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത് എടുത്തു പറയാൻ കാരണം. വൈ ഡബ്ല്യു സെമി വോവലാണെങ്കിലും അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് യാ യാ എന്നാണ്. അതുപോലെ ഓ ഡബ്ല്യു ഓ എന്ന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പലതവണ ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇനിയും നമുക്ക് ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ ആനിലേക്ക് പോകണം. കൂടാതെ തന്നെ ചില എക്സെപ്ഷൻസ് ഇനിയും എ സംബന്ധിച്ച് എവരി വരുന്നിടത്തൊക്കെ എവരി ഇയർ എന്നുള്ളിടത്ത് നമുക്ക് എ ഇയർ എന്ന് ഉപയോഗിക്കാം, എവരി മന്ത് എന്നുള്ളിടത്ത് എ മന്ത് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ അത്തരം എക്സെപ്ഷണൽ കേസുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, I hope that you understood today's class. Please subscribe, share and support me. Thank you.